NTA-ക്കെതിരെ വീണ്ടും പരാതി പ്രവാഹം. UGC താൽക്കാലിക ഉത്തരസൂചികയ്ക്കെതിരെയാണ് പരാതി. പൊളിറ്റിക്കൽ സയൻസ് ആൻസർ കീയിൽ 14 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തെറ്റാണെന്ന് വിദ്യാർത്ഥികൾ. NTA ആസ്ഥാനത്തെത്തി വിദ്യാർത്ഥികളും അധ്യാപകരും പരാതി നൽകി. YS അഭിനന്ദന്റെ വിശദാംശങ്ങൾ നൽകാൻ. അഭിനന്ദ്, ഇനി എന്തിനാണ് NTA എന്ന ചോദ്യമാണ്. ഈ പരാതി പ്രവാഹമാണ്, സർവത്ര പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. എന്താണ് ഇതിൽ ഏറ്റവും പുതിയ പരാതി? ശ്രുതിയേറെ പരാതികൾക്കിടയിൽ ഈ മാസം 16-ാം തീയതിയാണ് നെറ്റ് UGയുടെ താത്കാലിക ഉത്തര സൂചികകൾ പുറപ്പെടുവിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ ഈ മാസം 18-ാം തീയതി തന്നെ അറിയിക്കണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് ഇപ്പോൾ നെറ്റ് UGയുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ സയൻസിന് താത്കാലിക ഉത്തര സൂചികയ്ക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളും അധ്യാപകരും ഓക്ലയിലെ NTA ആസ്ഥാനം നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. 7 ചോദ്യങ്ങളാണ്, ചോദ്യങ്ങളുടെ ഉത്തരമാണ് പൂർണ്ണമായും തെറ്റിച്ച് ആൻസർ കീയിൽ നൽകിയിരിക്കുന്നത് എന്നതാണ് പരാതി. 7 ചോദ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 2 ഉത്തരമാണ് ഈ ആൻസർ കീയിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒന്നുമല്ല സാഹചര്യം. തെറ്റായ ഉത്തരങ്ങൾ പോലും ഓപ്ഷനുകൾ അത് ആൻസർ കീയിൽ മാറ്റിവെക്കുന്നു എന്നതാണ് വിദ്യാർത്ഥികൾ പരാതിയായിട്ട് നൽകിയിരിക്കുന്നത്. അധ്യാപക സംഘടനകളും പരാതിയുമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വിദ്യാർത്ഥികൾ പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉയർന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഒരു പേപ്പറിന് 200 രൂപ നൽകേണ്ട അവസ്ഥയാണ്. 7 ചോദ്യങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ 1400 രൂപ NTAയുടെ ഓൺലൈൻ സൈറ്റിൽ അടയ്ക്കണം എന്നുള്ള, അതായത് ഭീമമായ തുക ഒരു ചോദ്യത്തിന് വെച്ച് NTA ഈടാക്കുന്നു എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്രയും വലിയ തുക താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഓക്ലയിലെ NTA ആസ്ഥാനത്ത് നേരിട്ടെത്തി രേഖാമൂലം പരാതി നൽകാനുള്ള തീരുമാനത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയത്. ഹൈദരാബാദിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. UG പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഉത്തര സൂചികയിലെ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്നാണ് പ്രധാനപ്പെട്ട പരാതി. നെറ്റ് UGയുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യോളജിയുടെയും കൊമേഴ്സിന്റെയും ഇംഗ്ലീഷിന്റെയും പരീക്ഷകൾ പൂർണ്ണമായും റദ്ദാക്കാനും പുനഃപരീക്ഷ നടത്താനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. NTAക്കെതിരെ വലിയ വിമർശനങ്ങളും ഒപ്പം തന്നെ ആരോപണങ്ങളുമാണ് ഉയരുന്നത്. ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും താക്കീതടക്കം ഉണ്ടായ സാഹചര്യത്തിലാണ് വീണ്ടും പരാതി ഉണ്ടാകുന്നത്. ഒരു പരാതിയല്ല, ഒരുപാട് പരാതികൾ NTAക്കെതിരെ വീണ്ടും ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതാണ് വീണ്ടും പരാതി ഉയരുന്നു എന്നുള്ളതാണ്. UGC താൽക്കാലിക ഉത്തരസൂചികയ്ക്കെതിരെയാണ് ഇപ്പോഴത്തെ പരാതി ഉയർന്നിരിക്കുന്നത്. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ.